പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി ദൈവസ്ഥനിലേക്ക് കടന്നു വരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സ്തുതിപ്പാനും ദൈവം അവിടുന്ന് കൃപ നൽകിയതിനാൽ സ്തോത്രം. പിന്നെയും പാദപീഠത്തിൽ കടന്നു വരുവാനും ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണ്, ദൈവഗീതം എന്താണെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് ഈ നാളുകളിൽ മുന്നോട്ട് ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ജലസ്നാനം അല്ലെങ്കിൽ എത്ര സ്നാനമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ 7 സ്നാനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 7 സ്നാനം എന്താണെന്ന് നമുക്ക് നോക്കാം. ദൈവവചനത്തിൽ തിരുവഴുത്തിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്ന 7 സ്നാനം എന്താണ്? ഒന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് കർത്താവിൻ്റെ ഓർമ്മയ്ക്കും ലോകത്തിനും സാക്ഷ്യമായി അനുഷ്ഠിക്കേണ്ട 2 കാര്യങ്ങളാണ് കർത്താവ് സഭയെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവ സ്നാനവും തിരുവത്താഴവുമാണ്. വിശ്വാസികൾ ചെയ്യേണ്ടതായി നൽകപ്പെട്ടിരിക്കുന്ന അനുഷ്ഠാനങ്ങളിൽ ഒന്നാണ് സ്നാനം. സ്നാനത്തിൻ്റെ ആവശ്യകത കർത്താവ് തന്നെ പഠിപ്പിക്കുകയും മത്തായി 3:13-15 മാത്രമല്ല താൻ സ്നാനം ഏൽക്കുകയും ചെയ്തു. യോഹന്നാൻ 4:12. മാനസാന്തരത്തെ തുടർന്ന് ഒരു വിശ്വാസി ഉടനെ സ്വീകരിക്കേണ്ടതും ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയോട് ഏകീഭവിക്കേണ്ടതിനും അനിവാര്യമായ ഘടകമാണ് ജലസ്നാനമെന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ജലസ്നാനം എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രൈസ് ദി ലോർഡ്.